ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. നോമ്പ് തുറക്കുന്ന സമയം ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഉള്ളി വയറ്റി ഒന്ന് സമയം കളയേണ്ട ഒരാവശ്യമില്ല കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു ബൗളിലേക്ക് ഞാനിപ്പം 3 ഉരുളക്കിഴങ്ങ് അത്യാവശ്യം വലുപ്പമുണ്ടേനും അത് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വല്ലാണ്ട് അങ്ങ് കുക്കായിട്ട് ഭയങ്കര സോഫ്റ്റായി പോകില്ല, വല്ലാണ്ട് എന്താ പറയുക വെള്ളം കുടിച്ച് ഈ ഒരു പരുവയിൽ അങ്ങനെ ആയി പോവരുത്. കറക്റ്റ് ഒത്ത വേവിൽ നമ്മൾ കുക്കാക്കി എടുക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്കിത് നല്ല പോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ഒരുപാട് വെള്ളം ഈ ഉരുളക്കിഴങ്ങിന് ഉണ്ടെങ്കിൽ നമുക്കിത് ലാസ്റ്റ് ഉരുട്ടിയെടുക്കുമ്പോൾ ഭയങ്കര ഇടങ്ങാറായിരിക്കും, പറ്റൂല അങ്ങനെ ഷേപ്പാക്കി എടുക്കാൻ. അപ്പോൾ ഇതാ ഞാനിത് നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ബീഫാട്ടോ എടുക്കുന്നത്. ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനും എടുക്കുക. ബീഫ് വെച്ച് ചെയ്യുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ബീഫ് എടുത്തിട്ട് അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്ത ഉള്ളി, കുറച്ച് മല്ലിയില, എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് തന്നെ ഇഞ്ചിയും കൂടി കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല പൊടിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഇടാം. ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്, ബീഫ് വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം വേണമെങ്കിൽ നോക്കിയിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നല്ലതുപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മളിതേപോലെ ഞാൻ വേറൊരു ഉരുളക്കിഴങ്ങ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് ചെയ്യൂലേ അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലെ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു ചെറിയൊരു പോർഷൻ എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി. 3/4 ഭാഗത്തോളം ഈ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റിക്കില്ല അത് ഉള്ളിൽ തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ നമ്മൾ റോൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ പേര് ചിക്കൻ ലെഗ് എന്നാണ്, പക്ഷേങ്കിൽ ബീഫ് വെച്ചിട്ട് ചെയ്ത് എന്നാട്ടോ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ. ഉള്ളി എന്താ പറയുക നമ്മൾ കുക്ക് ചെയ്യാണ്ട് ഇതിലേക്ക് ഇട്ടിട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. ഈ സെയിം മസാല തന്നെ നമുക്ക് കട്ട്ലേറ്റിന് ഉപയോഗിക്കാം. അങ്ങനെ ആകുമ്പോൾ ഇതേപോലെ കട്ട്ലേറ്റ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം, അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ മസാല ഉണ്ടാക്കുമ്പോൾ മറ്റേ വാട്ടി ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഇതേപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഒരു 10 എണ്ണം കേട്ടോ ഞാനിപ്പോൾ ചെയ്തത്, എല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറൊരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലൊരു ലൂസായിട്ടുള്ള ബാറ്റർ ഇല്ലേ അങ്ങനെ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് വേണം കേട്ടോ നമുക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാൻ. മുട്ട എടുക്കുന്നെങ്കിൽ ഇപ്പോൾ എന്താ പറയുക നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ വല്ലാണ്ട് ഇങ്ങനെ പതഞ്ഞ് വരൂലേ അങ്ങനെ ആയിരിക്കും. കുറച്ച് എന്താ പറയുക അതിൽ നല്ലത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നമുക്ക് ഇതേപോലെ മൈദേൻ്റെ ബാറ്ററിൽ ഡിപ്പ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നായി മൈദേൻ്റെ മിക്സിലിട്ട് കൊടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ നമുക്ക് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. കൈ വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്ത് റോൾ ചെയ്ത് തന്നെ കോട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ മുഴുവനായിട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല അടിപൊളി സ്നാക്സ് കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്തെല്ലാം കഴിക്കാൻ പറ്റിയ നല്ല സ്പൈസി ആയിട്ടുള്ള, ഭയങ്കര എരിവൊന്നുമില്ല. എരിവ് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്താലും മതി. എന്തായാലും ഈ നോമ്പിൻ്റെ സമയത്ത് ഉണ്ടാക്കി നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ഒരു സ്നാക്സാണ്. ഇനിയിപ്പോൾ ഇത് ഈ ഒരു കളറായപ്പോൾ തിരിച്ചിട്ടിട്ട് ബ്രൗൺ കളറായിട്ട് നമുക്ക് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. മറ്റൊരു റെസിപ്പി ആയിട്ട് പെട്ടെന്ന് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.